എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പേഴ്സ്. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ആദിവാസി യുവതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് പോലീസ് കേസെടുത്തു. മമ്പാട് വീട്ടിക്കുന്ന് സ്വദേശി പുന്നക്കൽ ജോസ്, പുള്ളിപ്പാടം സ്വദേശി പട്ടാമ്പി ഹനീഫ, ബീമ്പുങ്ങൽ സ്വദേശി കട്ടലശ്ശേരി മുജീബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വീട്ടിക്കുന്ന് നഗറിലെ രമാബിനു നൽകിയ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ 15-ന് നിലമ്പൂർ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് കേസെടുത്തില്ല. തന്നെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും വീട്ടുമുറ്റത്തെത്തി അസഭ്യം പറയുകയും ചെയ്തുവെന്നും ഭർത്താവ് ബിനുവിനെ മാരകായുധം ഉപയോഗിച്ച് ടാപ്പിംഗ് സ്ഥലത്തെത്തി ആക്രമിക്കാൻ ശ്രമിച്ചെന്നുമാണ് പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് കേസെടുക്കാൻ വരുത്തുന്ന കാലതാമസത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. മലപ്പുറം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. വീട്ടിക്കുന്ന് മേഖല കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ തടയണമെന്നും വീട്ടിക്കുന്ന് നഗറിലെ ആദിവാസി കുടുംബങ്ങൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും പരാതിയിൽ പറയുന്നു. പ്രതിഷേധ സമരത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ഷാജി, CDS പ്രസിഡന്റ് ഷിഫ്ന നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MT അഹമ്മദ്, ജയാമുരളി, MR സുബ്രഹ്മണ്യൻ, വാഹിദ, CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ്, CPM ലോക്കൽ സെക്രട്ടറി അയ്യപ്പൻ, പരാതിക്കാരി രമ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എ+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super absorbent poppy's diapers.